ഇപ്പോൾ നാടിനെ നടക്കുന്ന മറ്റൊരു വലിയൊരു സംഭവമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ ഏകദേശം 120 പേരോളം മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇനിയും ഈ മരണസംഖ്യ കൂടാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടും ഉള്ളത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം എല്ലാം പറയുന്നത്, അതായത് ഇതിൽ കേരള ഗവൺമെന്റ് ഇച്ചിരി കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഡിസാസ്റ്റർ സംഭവിക്കില്ലായിരുന്നോ, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ ഈ മരണസംഖ്യ 120 എന്ന് പറയുന്നത് ഒരു 100-ലോട്ടെങ്ങാനും ചുരുക്കായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കേരള ഗവൺമെന്റും അതുപോലെ തന്നെ അവിടെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിനും വലിയൊരു വീഴ്ച പറ്റി എന്നാണ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലുള്ള ആൾക്കാരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് യഥാർത്ഥത്തിൽ അതായത് മറ്റ് സ്റ്റേറ്റുകാരെല്ലാം പറയുന്നത്, അതുപോലെ തന്നെ കേരള ഗവൺമെന്റിനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിനും ഇവിടെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയോ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോയിൽ എടുക്കാം. അപ്പോൾ നമ്മൾ 2015 തൊട്ട് 2022 ഈ കാലയളവിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 52% കൂടുതലാണ് അതായത് കേരളത്തിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഈ സോയിൽ എറോഷൻ എല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതിലും 2018 നമ്മളെല്ലാം വിറ്റ്നസ് ചെയ്താണ്, അതായത് ഏറ്റവും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത്. ഏകദേശം 483 ആൾക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രളയം സംഭവിച്ചിട്ടും കേരള ഗവൺമെന്റ് ഇതിൽ നിന്ന് റെക്ടിഫൈ ആയില്ല എന്നാണ് പലരും പറയുന്നത്. ഇപ്പോൾ റീസെൻ്റായി വന്ന സ്റ്റഡിയിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് കേരളത്തിൽ തന്നെ ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, മലപ്പുറം ഈ 5 ജില്ലകൾക്ക് ഏകദേശം 13% ഈ മണ്ണിടിച്ചിലിനും സോയിൽ എറോഷനും കൂടുതൽ സാധ്യതകളുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതായത് പല സ്റ്റഡീസിലും ഓൾറെഡി അത് ക്ലിയർ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ജില്ലകൾക്കെല്ലാം തന്നെ അതായത് ഇങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ എന്നിട്ടും ഇവിടെ ഒന്നും തന്നെ ഒരു കൃത്യമായ എഫോർട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യം പറയുന്നുണ്ടെങ്കിലും എന്താണ് ഇവിടെ വീഴ്ച പറ്റിയത് എന്ന് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ക്ലൈമറ്റ് ചേഞ്ച്. ഇന്ന് ലോകം വലിയ രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ന സ്റ്റേറ്റിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ഇന്ന ജില്ലയിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യും, അത് അനുസരിച്ച് അതായത് പ്രിക്കോഷൻസ് എല്ലാം എടുക്കണം. അതാണ്. അപ്പോൾ ഈ വയനാട് എന്ന് പറയുന്ന ഈ സ്ഥലം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് വെസ്റ്റേൺ ഘട്ട് ആ ഒരു സൈഡിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അതേ സൈഡിലുള്ളതാണ് അതായത് തമിഴ്നാടിൻ്റെ നീലഗിരി ആ ഭാഗങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഈ സ്ഥലത്തിന്റെ ജോഗ്രഫി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജൂൺ ടു അതായത് ഒക്ടോബർ, നവംബർ ആ ഒരു മാസങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹൈലി അതായത് ഹെവി റെയിൻഫാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതായത് മറ്റ് ജില്ലകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റെയിൻഫാൾ അഫക്റ്റ് ചെയ്യുന്നതും ഇതേ സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ ക്ലൈമറ്റ് എടുത്തു നോക്കിയാലും അതായത് മഴ നിന്നല്ല പെയ്യുന്നത്, അതായത് ഒറ്റയടിക്ക് മഴ പെയ്ത് അതങ്ങനെ കണ്ടിന്യൂ ആവുകയാണ്, അതായത് മഴ നിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നോ. ഇതും ഒരു പ്രധാന കാരണമാണ് അതായത് മണ്ണിടിച്ചിൽ. അപ്പോൾ ഇതിനെ സർക്കാരിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, കാരണം ഇത് ക്ലൈമറ്റിന്റെ ഇതാണ്. അപ്പോൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ മാത്രമേ വരികയുള്ളൂ. അതായത് റെഡ് അലേർട്ടും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത് അവിടെ നിന്ന് ആൾക്കാരെ എവാക്യുവേറ്റ് ചെയ്യാനുള്ള ഒറ്റ പ്രൊസീജിയർ മാത്രമോ ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അത് അവർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ സർക്കാർ ചെയ്യാത്ത മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് ഹൈ റിസ്ക് ആയ സ്ഥലങ്ങൾ, അതായത് ഓൾറെഡി ഈ സ്ഥലം അതായത് ഹൈ റിസ്ക് ആയിട്ടാണ് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതായത് വയനാട്, മലപ്പുറം ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ കൂടുതലും റിസോർട്ടുകളെല്ലാം തന്നെ മലയ്ക്ക് മേളിലെല്ലാം തന്നെ പണിയാനുള്ള പെർമിഷൻസ് കൊടുത്തു. ഇത് ഒന്നെങ്കിൽ ലോക്കൽ അതോറിറ്റിക്ക് അതായത് കൈക്കൂലി കൊടുത്തു, അങ്ങനെ എന്തെങ്കിലും പെർമിഷൻസ് മേടിച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള പെർമിഷൻസ് കൊടുത്തേ എന്നാണ് മറ്റ് ആൾക്കാർ പറയുന്നത്. കാരണം ഇവിടെ ഹൈ റിസ്ക് ആയ ഏരിയകളാണ്. അപ്പോൾ ഇവിടെ സാധാരണമായിട്ട് അത് റിസോർട്ടുകളും ബിൽഡിംഗ് എല്ലാം പണിയാനുള്ള അനുവാദം അതായത് ഗവൺമെന്റിന് കൊടുക്കാനുള്ള പെർമിഷൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇങ്ങനെയുള്ള മലകളിലെല്ലാം തന്നെ റിസോർട്ടുകളും ബിൽഡിങ്സ് എല്ലാം തന്നെ പണിയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് മണ്ണിൻ്റെ അടിയിലുള്ള പാറയ്ക്കും അതുപോലെ തന്നെ മണ്ണിനുമായിട്ട് ഒരു വിള്ളൽ സംഭവിക്കും. പിന്നീട് മഴക്കാലം വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഡയറക്റ്റായി ഇറങ്ങി അതിൽ നിന്ന് വെള്ളം അതായത് കൂടുതലായിട്ട് എക്സസ് ആകുമ്പോൾ ഡയറക്റ്റായി തള്ളുമ്പോൾ ഈ പാറകളെല്ലാം തന്നെ അനങ്ങാൻ തുടങ്ങും. അങ്ങനെയാണ് ഇത്രയും വലിയൊരു അതായത് ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അതായത് ഒന്നാമത്തെ റീസൺ ഇവിടെ റിസോർട്ടുകളും അതുപോലെ തന്നെ മറ്റ് ബിൽഡിങ്സ് എല്ലാം തന്നെ പണിയാൻ അതായത് അനുവാദം കൊടുത്തു. ഇതും അതായത് ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ സംഭവിക്കാനുള്ള പ്രധാന കാരണമായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങൾ ന്യൂസ് ചാനലെല്ലാം കേട്ട് കാണും, അതായത് ഈ ചുരുൾമലയാറ്റം മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ സ്ഥലത്തോട്ട് എത്തിച്ചേരാനുള്ള ഒരേ ഒരു പാലമാണ് ഉള്ളത്. അപ്പോൾ ഈ പാലം അതായത് ഈ ലാൻഡ് സ്ലൈഡ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പാലം ഫുള്ളായിട്ടും തകർന്നു പോയി കഴിഞ്ഞപ്പോൾ ഈ അപ്പുറത്തെ കുന്നിലുള്ള ആൾക്കാർക്ക് ഇപ്പുറത്തോട്ട് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഉത്തരാഖണ്ഡിലും കണ്ടത്. അതായത് അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ സേഫായിട്ട് അവിടെ ഉണ്ടെങ്കിലും അവർക്ക് അടുത്ത സ്ഥലത്ത് അതായത് ഈ സ്ഥലത്ത് കൂടുതലും അതായത് വീണ്ടും ഇങ്ങനെയുള്ള ലാൻഡ് സ്ലൈഡ് സംഭവിക്കാനുള്ള സാധ്യതയുള്ളപ്പോൾ
അടുത്തൊരു സ്ഥലത്തോട്ട് അവർക്ക് എത്തിച്ചേരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പ്രോപ്പറായിട്ട് അവർക്ക് എത്തിച്ചേരാനുള്ള റോഡോ മറ്റ് ഫെസിലിറ്റിയോ ഒന്നും ഇല്ല. അപ്പോൾ ഇതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഓൾറെഡി ഇവിടെ ഒരു അൾട്ടർനേറ്റ് റൂട്ട് കണ്ടുപിടിക്കണമായിരുന്നു, അല്ലെങ്കിൽ റോപ്പ് ബ്രിഡ്ജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓൾറെഡി സംവിധാനം ചെയ്യണമായിരുന്നത്. അപ്പോൾ ഒറ്റ ഒരു റൂട്ട് ആകുമ്പോൾ അതായത് ഇങ്ങനെയുള്ള ഹൈ റിസ്ക് സോണിലാകുമ്പോൾ എപ്പോഴും ഒരു 2 അൾട്ടർനേറ്റീവ് റൂട്ട് ഉണ്ടെങ്കിൽ മാത്രമോ ആൾക്കാരെല്ലാം തന്നെ കൃത്യമായി എത്തിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ മിലിറ്ററി വന്ന് അവർ ടെമ്പററി ആയിട്ട് ഒരു ബ്രിഡ്ജ് പണിതതിന് ശേഷം പിന്നെ അവിടെയുള്ള ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് തന്നെ മറ്റൊരു സോയിൽ എറോഷൻ ഇങ്ങനെ ഹൈ റിസ്ക് സാധ്യതയുള്ള സ്ഥലത്തെല്ലാം തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും അതായത് മണ്ണിടിച്ചിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് അതായത് അടുത്ത ഒരു അൾട്ടർനേറ്റീവ് റൂട്ടോ അല്ലെങ്കിൽ റോപ്പ് ബ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പണിയാനുള്ളതിൽ ഏറ്റവും വലിയൊരു വീഴ്ച സർക്കാരിന് പറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇവിടെ ഓൾറെഡി ഹൈ റിസ്ക് സോൺ ആയിട്ട് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ കൃത്യമായ റെഡ് അലർട്ട് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും അതായത് ഇവിടെ ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആണ് ഓൾറെഡി അവിടെയുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതായത് അവിടെയുള്ള ഓഫീസേഴ്സ് എല്ലാം തന്നെ ഇവരെ കൃത്യമായിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് എവാക്യുവേറ്റ് ചെയ്യാനായിരുന്നു. പക്ഷേ അവർ എവാക്യുവേറ്റ് എല്ലാം ചെയ്ത് അതേ റിസ്ക് ഉള്ള സോണിൽ തന്നെയാണ് അവരെ അവിടെ താമസിപ്പിച്ചത്. അതായത് അവിടെ നിന്നെല്ലാം എവാക്യുവേറ്റ് ചെയ്ത് അവിടെയുള്ള സ്കൂളിലാണ് ഇവിടെ കൊണ്ട് താമസിപ്പിച്ചത്. പക്ഷേ ഈ ഒരു റെഡ് അലർട്ട് സോണിൽ തന്നെയാണ് ആ സ്കൂളും ഉള്ളത്. ഇതുകൊണ്ടാണ് സംഭവിച്ചത് അതായത് ആ സ്കൂളിൽ താമസിച്ച ആൾക്കാരെയും ഇങ്ങനെ ഒരു സോയിൽ എറോഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ വന്നപ്പോൾ ആ സ്കൂൾ അടക്കം അതായത് അത് കൊണ്ടുപോവുകയും അതിൽ താമസിപ്പിച്ച അതായത് സേഫ് ആയിട്ട് ഇരിക്കാം എന്ന് കരുതി ഇരുന്ന ആൾക്കാരെ അടക്കം അതായത് വെള്ളം കൊണ്ടുപോയത്. അപ്പോൾ ഇതും ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഇങ്ങനെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് റെഡ് അലർട്ട് ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് എത്തിക്കുക എന്നാണ് അർത്ഥം. പക്ഷേ റെഡ് അലർട്ട് ഉള്ള സ്ഥലത്ത് തന്നെ എത്തിച്ചാൽ പിന്നെ എന്താണ് കാര്യം? അതായത് അവർ വീട്ടിലിരിക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു അലർട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തുന്നതിലും എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇവാക്യുവേഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ഇൻഡിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ അതായത് ഇവാക്യുവേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തോട് അതായത് റെഡ് അലർട്ട് ഇല്ലാത്ത സ്ഥലത്തോടായിരുന്നു എത്തിക്കേണ്ടിയിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയൊരു വീഴ്ചയായിട്ട് മറ്റ് സംസ്ഥാനത്തുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം എല്ലാം തന്നെ കരുതുന്നു.